ഇനി അർജുന്റെ കുടുംബത്തിന്റെ പ്രതികരണത്തിലേക്ക് പോകാം. വളരെ വൈകാരികമായാണ് അർജുന്റെ അമ്മ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചത്. മകനെ ഇനി ജീവനോടെ കിട്ടുമെന്ന ഒരു പ്രതീക്ഷയും ഇല്ലെന്നും കേന്ദ്ര കർണാടക സർക്കാരുകളിൽ വിശ്വാസം നഷ്ടപ്പെട്ടെന്നും അമ്മ ഷീല പറഞ്ഞു. കർണാടക എന്ന സംസ്ഥാനം അത് ഇന്ത്യയിലാണോ എന്നുള്ള ചോദ്യം അമ്മ ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ സൈന്യത്തിന്റെ ഇടപെടലിലും പൂർണ്ണ തൃപ്തരല്ല കുടുംബം എന്നുള്ളതാണ് ഷീലയുടെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാകുന്നത്. റമീസ് മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അങ്കോളയിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട അർജുനായുള്ള തിരച്ചിൽ യാതൊരു ഉത്തരവും കിട്ടാതെ 7ാം ദിവസവും കർണാടക സർക്കാർ അവസാനിപ്പിക്കുമ്പോൾ മകനായുള്ള മുഴുവൻ പ്രതീക്ഷയും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് അർജുൻ്റെ കുടുംബം. മകൻ ജീവനോടെ തിരിച്ചു വരുമെന്ന് ഇനി പ്രതീക്ഷയില്ലെന്നും കേന്ദ്ര കർണാടക സർക്കാരിൽ നിന്ന് സാധാരണക്കാരന് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടുവെന്നും കുടുംബം വ്യക്തമാക്കുന്നു. ദുരന്തത്തിൽ അകപ്പെട്ടവരെ തിരഞ്ഞു ചെല്ലുന്നവരോട് കള്ളന്മാരെ പോലെ ആട്ടിയകറ്റുകയാണ് അവിടുത്തെ അധികൃതരെന്നും കേരളത്തിലെ അധികാരികളിലും മാധ്യമങ്ങളിലാണ് തൻ്റെ പ്രതീക്ഷ എന്നും അമ്മ ഷീല പറഞ്ഞു. എൻ്റെ മോനെ ഇനി ജീവനോടെ കിട്ടുന്നില്ല ഒരു പ്രതീക്ഷയില്ല. കാരണം ഞാൻ വൈകുന്നേരം അറിഞ്ഞ് വീഴാൻ ചാൻസ് ഉള്ളൊരു വലിയ കുഴി അവിടെ ഉണ്ടായിട്ട് ആ കുഴീൻ്റെ മേതെ തപ്പാതെ അവിടേക്ക് മണ്ണ് കൊണ്ടുപോയി ഇട്ട് അവിടുത്തെ ഭരണത്തിനോട് അവിടുത്തെ പോലീസിനോട് ഒന്നും എനിക്ക് ഒരു വിശ്വാസവും വരുന്നില്ല. ഇപ്പം കേന്ദ്രത്തിനോടും വരുന്നില്ല. ഇമ്പക്ക് സത്യമായിട്ടും ഇവിടെ MP സാറ് ഇവിടെ ഇവിടുത്തെ ഈ പത്രപ്രവർത്തകർ ഇവിടുത്തെ എല്ലാ ചാനലുകളും പത്രം എന്ന് പറയുന്ന ഈ ചാനലുകൾ പിന്നെ ഇവിടെ വേറെ കക്ഷി രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത എല്ലാ ആൾക്കാരും എല്ലാവരും തന്നെ ഇപ്പോഴെല്ലാ സപ്പോർട്ടും ചെയ്തു. കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും സഹായം പോയി കിട്ടിയില്ല. കർണാടക സർക്കാർ ദുരന്ത ഭൂമിയിൽ കാണിക്കുന്ന രക്ഷാദൗത്യത്തിലെ അലംഭാവമാണ് ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ സൈന്യം കരയിലെ തിരച്ചിൽ നിർത്തിയിരിക്കുകയാണ്. നാളെ മുതൽ ഗംഗാവാലിയിൽ വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കും. ഇതോടൊപ്പം കേരളത്തിൽ നിന്നുള്ള വിവിധ സന്നദ്ധ സംഘടനകളും അങ്കോളയിലേക്ക് രക്ഷാദൗത്യത്തിനായി പുറപ്പെട്ടിട്ടുണ്ട്.